സാദിഖ് അലിയുടെ വ്യക്തിത്വം ആകർഷണീയമായിരുന്നു. പക്ഷേ റാൻഡെ ഒരു യഥാർത്ഥ കോമളനായിരുന്നു. റാൻഡെയോട് മേനോൻ തൻ്റെ സ്വകാര്യ ജീവിതത്തിലെ റാൻഡെയ്ക്ക് ദഹിക്കാത്ത പലതും പറയുന്നു. ക്ലബിൽ ലഹരിപാനീയങ്ങൾ മാത്രമല്ല, ഉരുളൻകിഴങ്ങ് വടകളും പന്നിയിറച്ചി അകത്ത് വെച്ച സാൻഡ്വിച്ചുകളും ലഭ്യമായിരുന്നു. ഒരിക്കൽ ഒരു പരിചാരകൻ ഹാം സാൻഡ്വിച്ച് ട്രേയിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ സാദിഖ് അലി ക്ഷുഭിതനായി. എത്ര തവണ ഞാൻ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് പന്നിയിറച്ചി ഹറാമാണെന്ന്. ആലി അട്ടഹസിച്ചു. ജിംഖാന ക്ലബിൽ വെച്ചും ഡോക്ടർമാർക്ക് ഫോൺ സന്ദേശങ്ങൾ തുരുതുരെ വരാറുണ്ടായിരുന്നു, പ്രത്യേകിച്ചും ശസ്ത്രക്രിയാ വിദഗ്ധർക്ക്. അത്യാഹിത വിഭാഗത്തിൽ രോഗികൾ വന്നെത്തിയാൽ നേഴ്സുമാരും RMOയും ഉടനെ ഡോക്ടറോട് വരുവാൻ യാചിക്കാറുണ്ടായിരുന്നു. അമിതമായ രക്തമൊഴുക്ക് അല്ലെങ്കിൽ രക്തം ഛർദ്ദിക്കൽ. സാദിഖ് അലി തൻ്റെ റാക്കറ്റ് കസേരയിൽ വലിച്ചെറിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞു, നാം വെറും വണ്ടിക്കാളകൾ, നമുക്കെന്ത് വിശ്രമം? ഒടുക്കത്തെ നിമിഷം വരെ ഭാരം ചുമന്ന് നീങ്ങലാണ് നമ്മുടെ വിധി. പ്രതിപക്ഷ നേതാക്കളിൽ രണ്ടാമനെ ഗുണ്ട വധിച്ചത് ഡോക്ടർ സൂര്യനാരായണ റാവുവിൻ്റെ സഹായത്തോടെയാണെന്ന് പോലീസുകാർ പ്രഖ്യാപിച്ചപ്പോൾ ആശുപത്രി ജീവനക്കാർ ഞെട്ടി. കാരണം സൂര്യനാരായണ റാവുവിൻ്റെ സത്യസന്ധത എല്ലാവർക്കും അറിവുള്ളതായിരുന്നു. പിന്നീടാണ് സാദിഖ് അലിയെ കാണാതാവുന്നത്. അനസൂയയുടെ ദിവസങ്ങൾ വിരസമായി. ഉറക്കത്തിൽ 2 തവണ സാദിഖ് അലിയെ സ്വപ്നത്തിൽ കണ്ടു. റാൻഡെയുടെ ശരീരം നരിമാൻ പോയിന്റിൽ കടൽഭിത്തിയിൽ കണ്ടെത്തിയ കാഴ്ച എല്ലാവരും അറിയുന്നു. സാദിഖ് അലിയുടെ കാർ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തുന്നു. അതിനൊപ്പം തന്നെ ഒരു ഡെഡ് ബോഡിയും അതിനുള്ളിൽ കണ്ടെത്തുന്നു. വാർത്തയറിഞ്ഞ അനസൂയാബായി എല്ലാം തകർന്നവളെ പോലെ പെരുമാറി. ഇനിയൊരു സന്യാസ ജീവിതമോ പുരുഷൻ നഷ്ടപ്പെട്ടതുകൊണ്ട് സന്യാസ ജീവിതത്തിൻ്റെ മറുപുറമോ സങ്കല്പിക്കാൻ അനസൂയയ്ക്ക് കഴിയുമായിരുന്നില്ല. എത്ര ഭീമമായ തുകയും ജാമ്യത്തിന് ചെലവഴിക്കാൻ സൂര്യനാരായണ റാവുവിൻ്റെ ബന്ധുക്കൾക്കും ഭാര്യയ്ക്കും കഴിയും. പക്ഷേ തനിക്ക് ജാമ്യത്തിലിറങ്ങുവാൻ യാതൊരു ധൃതിയുമില്ലെന്ന് ഡോക്ടർ സൂര്യനാരായണ അറസ്റ്റ് ചെയ്യാൻ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു. വിവരമറിഞ്ഞ കാമേശ്വരി കരഞ്ഞും മുറവിളി കൂട്ടിയും ഒരു ഉന്മാദിനിയെപ്പോലെ പെരുമാറി. എൻ്റെ മകൻ ഈ അപമാനം എങ്ങനെ സഹിക്കും? അവർ മുകളിലേക്ക് നോക്കി ഉച്ചത്തിൽ അലറി. ബോധം തെളിയുന്ന അവസ്ഥയിൽ അമ്മയെയും ഭർത്താവിനെയും അന്വേഷിച്ചാൽ എന്തു ചെയ്യും എന്ന ചോദ്യമുയർന്നപ്പോൾ സൂര്യനാരായണ അന്വേഷിച്ചത് മോഹിനിയുടെ വീട്ടുകാരെയായിരുന്നു. അവർ മോഹിനിയുടെ നല്ല ആരോഗ്യത്തിനായി വഴിപാടുകൾ കഴിക്കാനായി തീർത്ഥയാത്രയ്ക്ക് പോയി എന്ന് അറിഞ്ഞ സൂര്യനാരായണ ക്ഷുഭിതനാകുന്നു.